അതേസമയം മാനുഷിക മൂല്യങ്ങളെല്ലാം ചോർത്തിക്കളയുന്നു എന്ന നിലയാണ് പൊതുവെ ആരോപണമായിട്ട് വരുന്നത്. ഇതിൻ്റെ നമ്മുടെ നാടിൻ്റെ അനുഭവം വളരെ ചെറിയ കുട്ടികൾ, ഒരു 7ാം തരത്തിൽ പഠിക്കുന്ന കുട്ടി, അപ്പോൾ 12 13 വയസ്സ്, അങ്ങനെയുള്ള കുട്ടികൾ വരെ കൊലപാതക ആസൂത്രണത്തിലും കൊലപാതക സംഭവങ്ങളിലും പങ്കെടുക്കുന്ന നില വരെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മാറ്റം ആളുകളിൽ വരുത്തുകയാണ്. മനുഷ്യത്വം ഊറ്റിക്കളയുന്ന ഒരു നില വരുന്നു എന്നാണ് RSSനെതിരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. സർ, അത് പൊതുവെ തന്നെ സമൂഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്. ശ്രീ പി ടി തോമസ്. ബഹുമാനപ്പെട്ട അങ്ങ് ഉപദേശക സമിതി അംഗമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള EMSന്റെ സമ്പൂർണ്ണ കൃതി സഞ്ചിക 23 പേജ് 210 ഈ ചോദ്യവുമായിട്ട് വല്ല ബന്ധമുള്ള ചോദ്യത്തിലേക്കാണ് വരുന്നത്. അഭിവക്ത കോൺഗ്രസിനെ പരാജയപ്പെടുത്താനും പിന്നീട് ഇന്ദിരാ കോൺഗ്രസിനെ പരാജയപ്പെടുത്താനും RSS അടക്കമുള്ള ജനസംഘവുമായി CPIM സഹകരിച്ചിട്ടുണ്ട് എന്ന പ്രസ്താവന ഇത്തരം മാസ് ഡ്രില്ലുകൾ നടത്താനും ബഹുജന മധ്യത്തിൽ അവർക്ക് മാന്യത ഉണ്ടാക്കി കൊടുക്കാൻ സാർ, ആ ചോദ്യത്തിലേക്കാണ് വരുന്നത്. RSSന് ഇത്തരം ഡ്രില്ല് നടത്താനും മാന്യത ഉണ്ടാക്കാനും EMSനെ പോലുള്ള ഒരാളുടെ ആ കുറ്റസമ്മതം ഇടയായിട്ടുണ്ട് എന്ന് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ RSS അടക്കമുള്ള എല്ലാ തീവ്രവാദ സംഘടനകളും, അത് കുരിശാണെങ്കിലും ശൂലമാണെങ്കിലും, അവരുടെ എല്ലാം പേരിൽ ശക്തമായ നടപടിയെടുക്കാൻ അങ്ങ് തയ്യാറാകുമോ? TP ചന്ദ്രശേഖരൻ കേസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഗൂഢാലോചന നടത്തിയവരെ കൂടി RSS കൊലപാതകം അടക്കമുള്ളതിൽ ഗൂഢാലോചന കൂടി ഉൾപ്പെടുത്തി കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറാകും. സാർ, ഇവിടെ EMS പറഞ്ഞതും EMS എഴുതിയതുമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പലപ്പോഴും തെറ്റായ രീതിയിൽ പരാമർശിക്കുന്നു. അത് അദ്ദേഹത്തിന് ഒന്നുകിലത് വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വായിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നു സർ. പക്ഷേ EMS പ്രധാനമായും ശ്രമിച്ചത് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കാനും പ്രത്യേകമായി CPIMൻ്റെ ആളുകളെ ബോധവൽക്കരിക്കാനുമുള്ള ശ്രമമാണ്. ഇതിൻ്റെ ഫലമായി സംഭവിച്ചിട്ടുള്ളത് എടുത്ത് പരിശോധിക്കുമ്പോൾ ബഹുമാനായ അംഗം ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. സർ, RSS കൊലപ്പെടുത്തിയതാണ് മഹാത്മാഗാന്ധിയെ. മഹാത്മാഗാന്ധിയുടെ പൈതൃകം അവകാശപ്പെടുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. സർ, ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ്? ആ കോൺഗ്രസിലെ പ്രധാനികൾ പലരും BJPയിലേക്ക് ചേക്കേറുകയാണ്. സർ, RSSന്റെ നേതൃത്വം അംഗീകരിക്കാൻ അവർ തയ്യാറാവുകയാണ്. ഇതിൻ്റെ ഭാഗമായി ആരൊക്കെ വരുന്നു സർ? നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, PCC പ്രസിഡന്റുമാർ, പഴയ മുഖ്യമന്ത്രിമാർ, AICCയുടെ വളരെ പ്രധാനപ്പെട്ട വക്താക്കളായി പ്രവർത്തിച്ചവർ, രാജ്യമാകെ അംഗീകരിച്ച കോൺഗ്രസ് നേതാക്കൾ, ഇങ്ങനെയുള്ളവരെല്ലാം അങ്ങോട്ട് പോവുകയാണ്. സർ, കോൺഗ്രസിൻ്റെ പ്രതീകമായി ചില സംസ്ഥാനങ്ങളിൽ നിന്നിരുന്ന ആളുകൾ നേരെ RSSന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് BJPയിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രമാത്രം അവമാനകരമായ സംഭവമാണ്. സർ, കേരളത്തിൻ്റെ കാര്യത്തിലും മാറ്റം വരുത്താൻ കഴിയുന്നുണ്ടോ? കേരളത്തിൻ്റെ കാര്യത്തിൽ ശക്തമായ മുന്നറിയിപ്പ് കോൺഗ്രസിനെ പ്രധാനപ്പെട്ട ആളുകൾക്ക് നൽകേണ്ടി വരുന്ന അവസ്ഥ ശ്രീ AK ആന്റണിയെ പോലുള്ള ആളിൽ നിന്നടക്കം ഉണ്ടായില്ലേ? സർ, അപ്പോൾ എന്താണ് കാണിക്കുന്നത്? സർ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനായ MM ഹസന് ചിലർ പോകാൻ ആലോചിക്കുന്നുവെന്ന കാര്യം പറയേണ്ടി വരികയും അതിൻ്റെ ഭാഗമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രത്യേക പേര് പരാമർശിച്ചുകൊണ്ട് ആ ആൾ പോകുന്നില്ല എന്ന് പറയുകയും വേണ്ടി വന്നില്ലേ? സർ, എത്ര പരിതാപകരമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിൽ അല്പമെങ്കിലും നാണം തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു നില സ്വീകരിക്കാൻ ബഹുമാനായ അംഗം തയ്യാറാകുമോ എന്നാണ് ഞാൻ ആശ്ചര്യപ്പെടുന്നത്. ശർമ്മ. EMSന്റെ ലേഖനം പലപ്പോഴും ബഹുമാനനായ PT തോമസിനോട് കോട്ട് ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ അത് പൂർണ്ണ അളവിൽ വായിക്കുന്നതിൽ PT തോമസ് പരാജയപ്പെട്ടത് കൊണ്ടാണ്. അതെ, അല്ല,
അത് വായിച്ച് സഭയിൽ ഏതായാലും വേണ്ട, മനസ്സിലാക്കുന്നതിൽ ലൈബ്രറിയിൽ പോയി വായിച്ചാൽ മതി. പരാജയപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം ഉന്നയിക്കുന്നത്. വായിക്കാത്തതുകൊണ്ടല്ല, വായിച്ച് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ്. എന്താണ് എന്റെ അഭിപ്രായം? പ്ലീസ് 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 പ്ലീസ്. അവര് രണ്ടുപേരും സർ, ബഹുമാനായ രണ്ടംഗങ്ങളും എറണാകുളത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ദിവസം ഈ കാര്യങ്ങളാകെ അദ്ദേഹത്തെ മനസ്സിലാക്കി ശ്രമിക്കണം എന്നാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത്.